ശരി. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ വിജയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറ നമ്മളോട് എങ്ങനെയാ പറയുന്നത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഇത് നേടിയത്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി നേടിയത്. ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് ഇത് ഒരിക്കലും സാധ്യമാകില്ല എന്നൊരു തോന്നൽ മനസ്സിൽ ഉടലെടുക്കും. നമ്മളെപ്പോഴും നമ്മളുടെ വിജയങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുമപ്പുറം നിങ്ങളൊരു കരുത്തുള്ള വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ ഒരു തോന്നലിലേക്ക് നിങ്ങൾ പോകില്ല എന്നർത്ഥം. അതായത് ഇപ്പൊ സമീറ പറഞ്ഞതിൽ ചിലപ്പോൾ സമീറയുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ടാവും, ഇപ്പോഴും രാവിലെ എണീക്കാൻ സ്ട്രഗിൾ ഉണ്ട്, അല്ലെങ്കിൽ എണീക്കുമ്പോ തന്നെ സമീർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും, ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാകാം. ചില സമയത്ത് ക്ലാസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കയറുന്നത്, ചില സമയത്തോ ക്ലാസ് നിർത്തിയാൽ ഞാൻ എങ്ങനെ എഴുന്നേൽക്കും എന്ന് തോന്നലായിരിക്കും. അതായത് ഉള്ളിൽ ആത്യന്തികമായി നമുക്ക് ആ പവർ അല്ലെങ്കിൽ ആ കരുത്ത് നേടിയിട്ടില്ല എന്നർത്ഥം. അപ്പൊ കരുത്തുള്ള വ്യക്തി ലോകത്ത് അല്ലെങ്കിൽ എന്ത് അച്ചീവ്മെന്റ്സ് നേടിയെടുത്താലും നിങ്ങൾക്ക് അവരുടെ ഉപബോധ മനസ്സിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും പറയുന്നത് ഇങ്ങനെയായിരിക്കും: ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നിലായിരുന്നു, ആ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി ഞാൻ ഇന്ന ഇന്ന ടിപ്സുകളൊക്കെ ഉപയോഗിച്ചു, ആ ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഞാൻ വളർന്നു. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ ഒന്ന് എഴുന്നേൽക്കണം. നേരത്തെ എഴുന്നേൽക്കാൻ എന്തൊക്കെ ഗുണങ്ങളാണ്! നമുക്ക് നല്ലൊരു ഊർജം കിട്ടും, പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും, ഒരുപാട് സമയം ഉണ്ടാകും. കണ്ടോ, അതിനെ അങ്ങ് ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ, ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട്, കാരണം എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ഇങ്ങനെ പറയാം: അതായത് ഞാനിത് നേടിയെടുത്തത് എനിക്ക് ഇതിന്റെ പിന്നിൽ ഇന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് നേടിയെടുത്തത്. ഇത് കേൾക്കുന്ന നമ്മുടെ പുതിയ തലമുറ ചിന്തിക്കുന്നത് എന്തായിരിക്കും? എനിക്കും ഉണ്ട് ഒരു ആഗ്രഹം. ആ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ ഞാൻ ഇത്ര കഷ്ടപ്പെടണം എന്നതിനും അപ്പുറം ഞാൻ അതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയാൽ എനിക്ക് അതിന് ആവശ്യമായ വഴികൾ തുറന്നു കിട്ടും. നമ്മൾ പലപ്പോഴും ഈ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്നത് അത് നമ്മുടെ ചിന്തയും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ എഫേർട്ടും മാത്രമാണ്. പക്ഷേ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. അവർക്ക് ചിലപ്പോൾ എഴുന്നേൽക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അവർ എഴുന്നേൽക്കില്ല എന്ന് മാത്രം. അപ്പൊ പറയുന്നത്, നമ്മൾ എന്ത് വിജയം നേടിയാലും നമ്മൾ പറയേണ്ടത് ഇത്ര മാത്രം: അതിന്റെ പിന്നിൽ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. എഫേർട്ട്ലെസ് ആയിട്ടാണ് ഞാനിത് നേടിയെടുക്കുന്നത്. കേൾക്കുന്ന വ്യക്തികൾക്ക് നമ്മളോട് ആരാധനയും നമ്മളിലുള്ള ഊർജം അവരിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് വളരെ സിമ്പിൾ ആയിരുന്നു. ആദ്യം ഞാനതൊന്ന് ആഗ്രഹിച്ചു. നിങ്ങൾ പലപ്പോഴും ചില പോസ്റ്ററുകൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം എന്ന് കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടി ആ പോസ്റ്റർ നോക്കില്ലേ? പകരം നിങ്ങൾ ഇത്രയും ദിവസം കഷ്ടപ്പെടാൻ തയ്യാറാണോ എന്ന് നോക്കുമ്പോ, ഓ ഇത് കുറെ കഷ്ടപ്പെടാനുണ്ട്, വേണ്ട. പക്ഷെ വേറൊരു പോസ്റ്റർ തരാ: നിങ്ങളിലെ ആഗ്രഹങ്ങൾ ഞങ്ങൾ നേടിയെടുത്ത് തരാം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ഇത്ര മാത്രം നമ്മൾ കാണുമ്പോൾ വലിയൊരു തോന്നലൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ നമുക്ക് അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ നേടിയെടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ഇത് ഭീകരതയോടെ നമ്മുടെ കുട്ടികൾക്ക് മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും അവതരിപ്പിക്കുമ്പോൾ ഇത് നമ്മളിലുള്ള ഒരു പവർ കുറവിന്റെ അടിസ്ഥാനമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം നിങ്ങൾ നേടിയെടുത്തത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാണ്. ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ എന്ന് നടന്നു തുടങ്ങിയോ അത് നിങ്ങൾ സ്വയം നേടിയെടുത്തപ്പോഴാണ് നിങ്ങൾ എന്തൊക്കെ വിജയങ്ങളാണെങ്കിലും നിങ്ങളിലേക്ക് സ്വായത്തമാക്കാൻ നിങ്ങൾ ശ്രമിച്ചത്. അപ്പൊ നമ്മളുടെ വിജയം, നമ്മൾ എന്തൊക്കെ നേടിയെടുത്താലും ശരി, അത് ഏറ്റവും വലിയ വിജയമാണെങ്കിലും ശരി, അത് ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ പറയുക. കാരണം അത് ഒരു മനുഷ്യന്റെ ശക്തിയാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും ആരോഗ്യവും പൂർണ്ണ ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേടിയെടുത്തതിനെ കുറിച്ച് ഇത്രയും ഭീകരതയോടെ നിങ്ങൾ പറയില്ല. എപ്പോഴും അതിനെ എഫേർട്ട്ലെസ് ആയിട്ട് ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ, അതിനെ
കഷ്ടപ്പെട്ടുകൊണ്ട് അത് നിങ്ങൾ പറയുമെന്നാണ് പറയുന്നത്. ഇത് നാം സ്വായത്തമാക്കേണ്ട ഒരു കരുത്താണ്. ഇത് ഇപ്പോഴത്തെ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ഇപ്പോഴും പഠനങ്ങൾ പറയുന്നത് പുതിയ തലമുറയ്ക്ക് വിവാഹങ്ങളിലേക്ക് വലിയ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വലിയ കണക്ഷൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഈ താല്പര്യമില്ലാത്തത്? പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് ഈ താല്പര്യമില്ലാത്തത്? എവിടെ നോക്കിയാലും റീൽസിലാണെങ്കിലും കുടുംബങ്ങളിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. പെൺകുട്ടികളായാൽ ഇങ്ങനെയൊക്കെ ആവണം. കുടുംബം നോക്കണം, ജോലി നോക്കണം. അപ്പൊ ഇതൊക്കെ വീട്ടിലാണെങ്കിലും അമ്മമാര് പറയുന്നു. ഞാൻ എന്തെല്ലാം ചെയ്യുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ ചെയ്യണ്ടാന്നേ. ഇതിങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കരുത്താണ് അവിടെ നിങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ വീക്ക്നെസ് ആണ് നിങ്ങൾ പറയുന്നത്. അവരോടാണെങ്കിലും പറയേണ്ടത് ഫാമിലിയുടെ ഭംഗിയെ കുറിച്ചാണ്. അതിന്റെ ഒരു സ്വപ്നത്തിന്റെയും അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന അവസ്ഥകളെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഇത്തിരി സമയം കണ്ടെത്തിയാൽ മതി. നമ്മൾ നേടിയെടുക്കാൻ ഇത്തിരി ആഗ്രഹങ്ങൾക്ക് പിന്നിൽ ഒന്ന് നടക്കാൻ തയ്യാറായാൽ മതി. എളുപ്പം നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കൂട്ടായി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ അത് പറയുക. ഇത് പറയുമ്പോൾ ആ വ്യക്തി കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരു ആരാധനയാണ് തോന്നുന്നത്. കാരണം ഇത്രയൊക്കെ എഫേർട്ട് ഉണ്ടായിട്ട് പോലും എത്ര ഭംഗിയായിട്ട്, എത്ര സിമ്പിൾ ആയിട്ട്, എത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് അവര് ഇത് പറയുന്നത്. അത് കേൾക്കുന്ന വ്യക്തിക്ക് അത് സ്വീകരിക്കാനും ഒപ്പം നിങ്ങളോടൊരു ആരാധന ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. ഒരു കരുത്തുള്ള വ്യക്തി നിങ്ങൾ വളർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം ഇത്തരത്തിലായിരിക്കും. ഒരിക്കലും പാസ്റ്റിലെ നമ്മളുടെ വേദനയെ, നമ്മളുടെ കഷ്ടപ്പാടിനെ നാം ഒരിക്കലും ഉയർത്തിക്കൊണ്ടു വരരുത്. കാരണം അത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നതിനർത്ഥം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഇന്നും നിങ്ങൾ ഇതൊക്കെ സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ എന്തെങ്കിലും സ്വായത്തമാക്കാൻ നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാ പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹങ്ങളുടെ പിന്നാലെയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് നടന്നു കൊടുത്താൽ മതി. ഒപ്പം അടുത്തൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാം. ഈ നേടിയെടുത്തതിന് പിന്നിൽ ഞാൻ ചില വഴികൾ കണ്ടെത്തിയിരുന്നു. കാരണം തുടക്കം മുതൽ അവസാനം വരെ. കാരണം ഞാനിപ്പോ ബി മാജിക്കിലേക്ക് വന്നത് രാവിലെ എഴുന്നേൽക്കണം അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു മെഡിറ്റേറ്റ് ചെയ്യണം, എനിക്ക് സമാധാനമായിരിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണെങ്കിൽ ഞാൻ അതിന് ചില പ്ലാൻ ഉണ്ടാക്കി. അതായത് അടുത്തൊരു പവർ എന്ന് പറയുന്നത് പ്ലാൻ ഓൾ ദ വേ ടു ദ എൻഡ്. നിങ്ങൾ ഏത് എൻഡിലേക്കാണോ നിങ്ങൾ പോകുന്നത്, ഞാൻ അതിന് കൃത്യമായി ഒരു പ്ലാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെയും എഫേർട്ട്ലെസ് ആയിട്ട് പറയുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് അലാറം അടിച്ചു ഞാനൊന്ന് എഴുന്നേറ്റ് നോക്കാം. ആദ്യമൊക്കെ എനിക്ക് ചെറിയൊരു മടി തോന്നിയിരുന്നെങ്കിൽ പിന്നീട് ഞാൻ അതിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഒരു പക്ഷെ വീഡിയോ ഓഫ് ചെയ്ത വ്യക്തികൾക്ക് തോന്നുന്നുണ്ടാകാം ഏതായാലും നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓ ഇതിപ്പോ വീഡിയോ തുറന്നാൽ എന്റെ പണി എങ്ങനെ നടക്കും, എന്നെ അല്ല ഞാൻ നിൽക്കുന്ന കോലമൊക്കെ കണ്ടാൽ അവരെന്ത് വിചാരിക്കും. നോക്കൂ, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പകരം അതിനെ എഫേർട്ട്ലെസ് ആയിട്ട് എടുക്കും. രാവിലെ എഴുന്നേറ്റത് ഉടനെ തന്നെ ഒന്ന് കണ്ണാടി നോക്കി ആ ആ എന്നെ എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞ് ഇന്ന് ക്ലാസ് ഉള്ളതാണ് ഒന്ന് ഫ്രഷ് ആയി ആ മുടിയൊക്കെ ഒന്ന് കോതി വേണമെങ്കിൽ തട്ട ഇടണമെങ്കിൽ തട്ടൊക്കെ ഇട്ട് ഉള്ള വസ്ത്രം ഒന്ന് വൃത്തിയാക്കി വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളുടെ വർക്ക് എടുത്തോളൂ. നോക്ക് എത്ര എഫേർട്ട്ലെസ് ആണ്. ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണാനും മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു ആരാധന. ഓ എന്തൊക്കെയാണെങ്കിലും ആ പണിത്തിരക്കിലുണ്ട് അവരതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, അവര് ക്ലാസ് കാരണം എത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് അവരത് ചെയ്യുന്നത് എന്നൊരു തോന്നൽ മറ്റുള്ളവരിലേക്കും നമുക്ക് നമ്മളിൽ ഒരു മതിപ്പുളവാക്കാനും ഒരു കരുത്തുളവാക്കാനും ഇത് സഹായിക്കും. കരുത്തുളവാക്കുക മാത്രമല്ല, കരുത്തുള്ള വ്യക്തികൾ അത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഞാൻ നേടിയതിനെ കുറിച്ച് ഏറ്റവും ഭംഗിയായി നല്ല രസമുള്ളൊരു കഥ പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള മുറിവുകളെല്ലാം ഉണങ്ങിയിരിക്കുന്നു. അവരുടെ ഉള്ളിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ അവർ നടന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പറയാം ഒരുപക്ഷെ എഴുന്നേൽക്കുമ്പോ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ത് നേടിയെടുക്കുമ്പോഴും അത് കുഞ്ഞുങ്ങളോടും ആരോടും നിങ്ങൾക്ക് പറഞ്ഞെടുക്കാം. അതിന്റെ പിന്നിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ചില ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബി മാജിക് ക്ലാസ് ഒക്കെ ഉണ്ട്. ചില ദിവസങ്ങളിൽ ചിലപ്പോ പനിയായിട്ടുണ്ടാവും. അതൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ആ പനിയുള്ള ദിവസം ചിലപ്പോ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയെന്ന് വരില്ല. അന്ന് ഞാൻ വിചാരിക്കും ശരി ഇന്നല്ലെങ്കിൽ കൂട്ടുകാരോട് ആരെങ്കിലും ചോദിച്ച് കേൾക്കാം. കാരണം ഇന്ന് എനിക്ക് ആവശ്യം റെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അന്ന് റെസ്റ്റ് എടുത്തു. ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക്
ശരിയാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് റെസ്റ്റ് വേണ്ടേ? എല്ലാ ദിവസവും നമുക്കിതിൽ കയറാൻ പറ്റും എന്ന് തോന്നലുള്ള വ്യക്തിക്ക് ഇത്തരത്തിലൊരു സൊല്യൂഷൻ കൂടി നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിലൂടെ നൽകും. ചില സമയത്ത് യാത്രയായിരിക്കാം, ചിലപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടില്ല. ആ സമയത്ത് ചിലപ്പോൾ കട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഗ്രൂപ്പിലുള്ള എൻ്റെ മെന്റേഴ്സിനോട്, എൻ്റെ മെന്റേഴ്സായിട്ട് ഒരുപാട് വ്യക്തികളുണ്ട്. അവരോട് ചോദിച്ച് അന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് മനസ്സിലാക്കും. അപ്പൊ അന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അപ്പൊ ഇത് കേൾക്കുന്ന ഒരു വ്യക്തികൾക്ക് തോന്നുന്നത് എന്താണെന്ന് നമ്മൾ ബി മാജിക്കിനെ കുറിച്ച് പറയുമ്പോൾ ശരിയാണ്. ചില സമയത്ത് നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇതിന് ഇങ്ങനെയും ഒരു അവസരങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ എത്ര എഫേർട്ട്ലെസ് ആയിട്ടുള്ള വഴികളാണ് നമ്മൾ മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കുന്നത്. അത് തുറന്നു കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു കരുത്ത്, മാനസികമായ കരുത്താണത്രേ അവിടെ തുറന്നു കാണിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ എന്ത് വിജയങ്ങൾ നേടിയാലും ഓർക്കുക, മറ്റുള്ളവരോട് നിങ്ങൾ പറയുന്നത് അതിന്റെ സ്ട്രഗിളിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കുന്നതിന്റെ പിന്നിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്നതിനാണ് അർത്ഥം. അതായത് സ്ട്രഗിൾസ് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ സ്ട്രഗിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇതൊക്കെ വളരെ സിമ്പിൾ എന്ന് ചിന്തിക്കുന്നത്, ജാവ സിമ്പിൾ ആണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു മാഷ് പറയുന്നത് എന്ന് പറയുന്നത് പോലെ ഇത് വളരെ സിമ്പിൾ. ഇതിന് പിന്നിലും എനിക്ക് നേടിയെടുക്കാൻ എഫേർട്ട്ലെസ് ആയിട്ടുള്ള വഴികൾ എനിക്ക് യൂണിവേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് നടന്നെടുക്കാൻ ഞാനൊന്ന് ഒരുങ്ങുമ്പോൾ അവിടെ വഴികൾ എൻ്റെ മുന്നിൽ തുറക്കപ്പെടും എന്ന് തോന്നുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ കരുത്തരായി കഴിഞ്ഞു. ഈ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കാനും നിങ്ങൾ ഓക്കെയാണ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ആ കരുത്ത് നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇറങ്ങി പുറപ്പെടലുകൾ മാത്രം. അവിടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉള്ളിൽ അല്ലെങ്കിൽ മുന്നിൽ തുറന്നു കിടക്കുന്ന വാതിലുകൾ കാണുകയും അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊരു തോന്നലിലേക്ക് നാം എത്തുകയും ചെയ്യും. ഈ ഒരു കരുത്ത് നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓർക്കുക, ഞാൻ നേടിയെടുത്തതെല്ലാം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതേ ആയിരുന്നുള്ളൂ. അതിന് ഞാൻ എൻ്റെ മനസ്സും ശരീരവും ഓക്കെ ആക്കുമ്പോൾ അതിനുള്ള വാതിലുകൾ യൂണിവേഴ്സ് തുറന്നിരിക്കും. അതിനുള്ള കരുത്ത് നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ, ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. Samira, thank you so much for your response. Thank you, ma'am. Thank you for your wonderful. മാമിന്റെ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും അതുപോലെ വളരെ എഫക്റ്റീവ് ആയിരുന്നു. എന്റെ സംസാരം നമ്മൾ ശരിയാക്കണം. അതുപോലെ നമ്മളിപ്പോ സ്ട്രഗിൾ ആയിട്ട് വന്നെങ്കിൽ പോലും മറ്റുള്ളവരോട് പറയുമ്പോൾ അത് കരുത്താർജിച്ച് നമ്മള് അത്രയും സ്ട്രഗിൾ ഇല്ലാത്ത രീതിയിലാണ് വന്ന് എന്നുള്ള ഒരു കാര്യം നമ്മള് സൂചിപ്പിക്കണം എന്നുള്ള ഇപ്പൊ ഈ ക്ലാസ് കൊണ്ട് വളരെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. പൊതുവെ എല്ലാവരും നമ്മൾ വന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരാറ്. അപ്പൊ ആ ഒരു രീതി മാറ്റി, ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ ഇപ്പൊ മാമിന്റെ ക്ലാസ് വളരെയധികം എല്ലാവരെയും സഹായിച്ചിട്ടുണ്ടാവും. എന്നെയും സഹായിച്ചു. താങ്ക് യു മാം. ഇനി എല്ലാവർക്കും ഫീഡ്ബാക്ക് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ഫീഡ്ബാക്ക് പറയാം. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ക്ലാസ് കേട്ടപ്പോ ആകെ എന്താ പറയാ, വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടിയുള്ളത്. സത്യം മാം പറഞ്ഞത്. കാരണം കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊക്കെ 3 വർഷമായി ഇതിൽ നിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് അതിന്നുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം, എത്രത്തോളം എഫേർട്ട് എടുത്താണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇപ്പോഴും നമ്മളിതിൽ ഈ ഒരു ബി മാജിക്കിൽ പിടിച്ചു നിൽക്കണുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് വേണം അതിലേക്ക് വരാന്. കാരണം രാവിലെ എഴുന്നേക്കാന്നുള്ള കാര്യം മടിയാണ്. ഒന്നും കൂടി കിടക്കണം. നമുക്ക് നമ്മളെ തോട്ടം അങ്ങനെ വരുള്ളൂ. കാരണം നമ്മളെ തലച്ചോറിനുള്ളിൽ അതാണ് നടന്നത്. നമുക്ക് ഉറങ്ങണം, നമുക്ക് നീക്കാം. ഇപ്പൊ ഈ തണുപ്പത്ത് പോലും നീക്കാം. ചില ദിവസങ്ങളിൽ ഒരുപാട് വൈകി കിടക്കുമ്പോ രാവിലെ എണീക്കാൻ പറ്റാതെ നമുക്ക് സങ്കടം. അയ്യോക്ക് ഇന്ന് മെഡിറ്റേഷനിൽ കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല പറയുമ്പോ അത് അന്നത്തെ ദിവസം പോക്കാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസം തുടങ്ങണമെങ്കിൽ ആ ദിവസം എന്തൊരു പോസിറ്റീവ് എനർജി എന്നറിയോ. അപ്പൊ ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ഹാബിറ്റ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
നല്ല ക്ലാസ് ആയിരുന്നു മാം. അതുപോലെ വീഡിയോ ഓൺ ആക്കണ കാര്യം പറഞ്ഞു. ഇന്നലെ ഞങ്ങൾക്കൊരു ചലഞ്ച് ആയിരുന്നു. റസാഖ് സാർ ഇട്ട ചലഞ്ചാണ് ഇന്ന് വീഡിയോ ഓൺ. ഞാൻ എന്നും വീഡിയോ ഓൺ ആക്കി ഇരുന്നിരുന്ന ഒരാളാ. പക്ഷെ രാവിലെ ഈ കുഞ്ഞുവാവുള്ള കാരണം രാവിലത്തെ ജോലികൾ പെട്ടെന്ന് അവള് നീക്കുമ്പോഴേക്ക് തീർക്കേണ്ട ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോ ഓഫാക്കി വെച്ചിട്ടാണ് ഇപ്പൊ ക്ലാസ് കേൾക്കാറ്. ക്ലാസ് ശ്രദ്ധിക്കും, കേൾക്കും. പക്ഷെ ഇന്ന് ഞാൻ എന്ത് ചെയ്ത്, പണികൾ നടക്കുന്നുണ്ട്, ക്ലാസ്സും കേൾക്കുന്നുണ്ട്. കാരണം ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് നേരത്തൊക്കെ കഴിയണം. അപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. അതിപ്പോ പ്രേരണ എടുത്ത് പറഞ്ഞപ്പോ എനിക്ക് ഒന്നും കൂടി സന്തോഷമായി. ഞാൻ ജോലി ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ഓണാക്കി ഞാൻ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു മാം. ഇനി ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ എടുക്കണം. കാരണം എല്ലാവരെയും കണ്ണും തുറപ്പിക്കണം, മനസ്സും തുറപ്പിക്കണം. അങ്ങനത്തെ ഒരു ക്ലാസ് ആണ് ഇനി മാം കൊണ്ടുവരേണ്ടത്. ഓക്കെ മാം, താങ്ക് യു ഓൾ. താങ്ക് യു പ്രേരണ മാം. താങ്ക് യു സെമീറ. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. താങ്ക് യു സിന്ധു മാം ഫോർ യുവർ വണ്ടർഫുൾ ഫീഡ്ബാക്ക്. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഫീഡ്ബാക്ക് പറയാനുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. അഫ്സലിനെ ഒന്ന് വിളിക്കൂ. അഫ്സൽ. ഹലോ, അഫ്സൽ ഉണ്ടോ? അഫ്സൽ ഒന്ന് മുന്നോട്ട് വരുമോ? അഫ്സൽ. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞു. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നമ്മള് വളരെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും നമ്മളൊക്കെ മാറി ചിന്തിക്കണമെന്ന് എനിക്ക് മനസ്സിലായി ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന്. ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ശരിയാണ്, നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വളരെ ബുദ്ധിമുട്ടി ചെയ്യണമെന്നാണ് നമ്മളെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് തുടങ്ങി ഒന്ന് മാറ്റി ചിന്തിക്കണമെന്ന് മനസ്സിലായി. അപ്പൊ താങ്ക് യു. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഓക്കെ. ഞാനിപ്പോ വന്നിട്ടിരിക്കുന്നത് ശനിയാഴ്ചയാണ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തത്. എന്റെ സ്ഥലം എറണാകുളമാണ്. ചെയ്യുന്നത് ബിൽഡിങ്ങിന്റെ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന വർക്കാണ്. താങ്ക് യു അഫ്സൽ ഫോർ ഫീഡ്ബാക്ക്. നെക്സ്റ്റ് ആരാണ് വരുന്നത്? സുനിൽ സാർ ഹാൻഡ് റൈസ് ചെയ്ത്. സുനിൽ സാർ, സുനിൽ സാർ സംസാരിച്ചോളൂ. ചാൻസ് ഉണ്ടോ? സംസാരിച്ചോളൂ സാർ. ഓക്കെ, താങ്ക് യു. പ്രവീണ മാം, നമ്മള് പല കാര്യങ്ങളും നമ്മള് വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, അതേപോലെ ശരിയായ എഫർട്ട് എടുത്ത കാര്യങ്ങൾ, അത് ആ രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കരുത്. അപ്പൊ അത് മാറ്റി, അതും എഫർട്ടുള്ള കാര്യമാണെങ്കിലും അച്ചീവ് ചെയ്തത് ഈസി ആയിട്ട് പറയണമെന്നല്ലേ മാം ഇപ്പൊ പറഞ്ഞത്? അതെ അതെ ചെയ്യോ? അതെ, അതായത് ഇപ്പോഴും നമ്മൾ അതിന് പിന്നിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയതാണെന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ ഇപ്പോഴും ഉണ്ട്. അതായത് എന്ത് നേടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം, ഒന്നും വേണ്ട, അതിന്റെ പിന്നിൽ നമ്മുടെ ചിന്തയാണ് അത്. ഇത് നേടിയെടുക്കാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചിലർ ചിന്തിക്കും. കാരണം അവർക്കത് ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. അപ്പൊ നമ്മൾ പുതിയൊരു കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സും പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം, പകരം അതിന്റെ മുന്നിൽ ഒരു കുഞ്ഞ് ആഗ്രഹം മതി. ഈ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ വഴികൾ ഉണ്ടാവും. അതിന്റെ പിന്നിലൊന്ന് നടന്നു തുടങ്ങിയാൽ നമുക്ക് നേടിയെടുക്കാൻ വളരെ എളുപ്പമായിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നൊരു തോന്നൽ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പറയുകയും ചെയ്യുള്ളൂ. നമ്മളത് കഷ്ടപ്പാടാണെന്ന് പറയുമ്പോൾ ഇനി എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഈ തോട്ടാണ് ആദ്യം. ഈ തോട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫ്രീക്വൻസി നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നതെല്ലാം ഇത്രയും എഫേർട്ട് എടുക്കണം, കഷ്ടപ്പെടണം ഒരു തോന്നലിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ എല്ലാം ഒരു ബ്ലോക്കുകളായിട്ടും തടസ്സങ്ങളായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. പകരം എല്ലാം വളരെ സിമ്പിൾ ആണ്. ഞാനൊന്ന് ആഗ്രഹിക്കേ വേണ്ടൂ, എന്റെ പിന്നിലേക്ക് ആഗ്രഹത്തോടു കൂടി നടന്നെടുക്കേ വേണ്ടൂ. അതിന്റെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാകാം, അതിന് പിന്നിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് കണ്ടെത്താൻ എനിക്ക് സാധിക്കും എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ പവർ നിങ്ങൾക്കുണ്ടെന്ന് അർത്ഥം. അത് നമ്മൾ പറയണം. മറ്റുള്ളവർ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമുക്ക് ഇനി വരാനിരിക്കുന്നതെല്ലാം എഫേർട്ട്ലെസ് ആയിട്ട്, അതായത് വരുന്നതിന് എന്തിനേയും
സ്വീകരിക്കാനുള്ള ഒരു കരുത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഉളവാക്കുന്നത്. എല്ലാം വളരെ സിമ്പിൾ ആണ്. നോക്കട്ടെ, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതിന്റെ പിന്നാലെ ഒന്ന് നടന്നു തുടങ്ങണം. വളരെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത, നമ്മൾ പറയും ഞാൻ ഒട്ടും ചിന്തിച്ചില്ല കേട്ടോ, അങ്ങനെ ആ കൃത്യസമയത്ത് ഒരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്നറിയോ, നമ്മളെ ചിന്തിക്കുന്നത് നോക്കാം, അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാകും, അതിനെ പിന്നിലൊക്കെ ഒന്ന് നടന്നു തുടർന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോ അവിടെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്കൊരു വഴി ഉണ്ടാവും. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ആ വേദന കൊണ്ട് നടക്കാതിരിക്കുക, അതിനെ ഏറ്റവും ഫ്രീ ആയിട്ട് വിടുക. ഫ്രീ ആയിട്ട് വിടുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒരു വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. ഈ ഫ്രീക്വൻസി ഏറ്റവും നല്ല ഭംഗിയുള്ള ഫ്രീക്വൻസി ആയിട്ട് പോകുമ്പോഴേ തിരിച്ച് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് അത്തൊരു ഫ്രീക്വൻസിയിലേക്ക്, നമ്മുടെ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. നമ്മൾ പറയുമ്പോൾ ഒക്കെ ഞാൻ നേടിയെടുത്തു, അതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രം, എന്റെ ആഗ്രഹം. എത്ര സിമ്പിളാന്ന് നോക്കൂ. എന്റെ ആഗ്രഹത്തിന്റെ പിന്നിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ എല്ലാം വളരെ സിമ്പിളാണ്. കേൾക്കുന്ന ആൾക്ക് നിങ്ങളോടൊരു ആരാധനയാണ്. എന്തൊക്കെയായാലും അവരെ സമ്മതിക്കണം കേട്ടോ. എന്തൊക്കെ നേടിയെടുത്താൽ അവർ പറയുന്നത് നോക്കൂ, എത്ര സിമ്പിൾ ആയിട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ് അവരത് അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. പവറുള്ള വ്യക്തികൾ ഇങ്ങനെ സംസാരിക്കൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒന്ന് ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. താങ്ക് യു. തീർച്ചയായിട്ടും അത് ആക്ഷനിലേക്ക് കൊണ്ടുവരും. താങ്ക് യു മാം. Thank you വെൽക്കം സർ. for asking this question. നെക്സ്റ്റ് ആരാ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള? ഹാൻഡ് റൈസ് ചെയ്ത് വരൂ എല്ലാവരും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ക്ലാസ് എന്നത്തെക്കാളും വിപരീതമായിട്ട് വ്യത്യസ്തമായിട്ടാണ് ക്ലാസ് എടുത്തത്. എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാനുള്ളൊരു പ്രവണതയും കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന ഒരു കുടുംബമാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്തു. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് പാസ്റ്റ്. ആ പാസ്റ്റ് നമ്മളെ കയ്യിൽ മനസ്സിൽ നിന്ന് എടുത്തു കളയാതെ ഒരിക്കലും നമുക്ക് ആർക്കും വിജയം ഉണ്ടാവില്ല എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. അന്ന് നമുക്ക് മീറ്റപ്പിന് ഒരു 5 മിനിറ്റ് പ്രവീണ മാമുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അതിൽ എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ തരികയുണ്ടായി. ഇപ്പോ നമുക്ക് വീഡിയോ ഓൺ ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഫേസ് ചെയ്യാനോ ഉള്ള ആ ഒരു പേടി എന്നിൽ നിന്നും അപ്രത്യക്ഷമായി. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഗുഡ് പ്രസന്റേഷൻ. സമീറ മാമിന്റെ അവതരണം നന്നായിരിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു ഫോർ ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ്. ക്ലാസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞങ്ങളെ സൂം എങ്ങനെയുണ്ട്? സൂം ഒന്ന് ഉഷാറാണല്ലോ. എല്ലാരും ഇങ്ങനെ ക്യാമറ എന്ത് ചൊറുക്കുണ്ട് കാണാനറിയാം. പ്രകാശൻ സാർ ഇങ്ങനെ തിളങ്ങി നിൽക്കുക, മണി സാർ അപ്പുറത്ത് തിളങ്ങിയ, കവിത ഇങ്ങേ ഭാഗത്ത്, ശ്രീകൃഷ്ണ ചെറിയൊരു കുട്ടി പോലെ ഒരു 7 വയസ്സ്. ഞാൻ വിചാരിച്ചു ഏതൊക്കെ ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി, നോക്കുമ്പോ ശ്രീകൃഷ്ണയാണ്. അപ്പൊ എന്ത് രസമുണ്ട് കാണാനില്ല. അപ്പൊ ഈ ക്ലാസ്സിനെ കാണുമ്പോഴും ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യാമറ ഒക്കെ ഓണാക്കി, കുറെ ആളുകൾ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞ് അങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് എന്താവും, ഇതൊരു വിഷയമല്ല എന്നൊരു തോന്നലുണ്ടാവും. ആദ്യമൊക്കെ ഒരു വിഷയമാണെങ്കിലും. അപ്പൊ ഞാനൊക്കെ ഈ റൂമിൽ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൊക്കെ വരുന്നതിന്റെ അർത്ഥം എന്താ പറയുക, എനിക്കിത് അത്യാവശ്യമായി വന്നപ്പോഴാണ് രാവിലെ എണീറ്റേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മള്. അപ്പൊ അത് നമ്മള് പറഞ്ഞു, അത് സിമ്പിൾ അല്ലേ, വെരി സിമ്പിൾ. ഇതെന്താ രാവിലെ എണീക്കലൊക്കെ ഒരു വിഷയമാണോ? ബിമാജിക് എന്നോട് ചോദിച്ചു, ബിമാജിക്കിന്റെ ഒരു പരസ്യം എനിക്ക് ആദ്യം കിട്ടിയത്, നിങ്ങൾക്ക് രാവിലെ ഉണരാൻ താല്പര്യമുണ്ടോന്നോ, 5 മണിക്ക് ഉണരാൻ താല്പര്യമുണ്ടോ? 3 മണിക്ക് ഉണരുന്ന എന്നോടാണ് 5 മണിക്ക് ഉണരാൻ താല്പര്യമുണ്ടോ ചോദിക്കുന്നത്. പിന്നെ സിമ്പിൾ അല്ലേ കേട്ടോ. അപ്പൊ ആ സിമ്പിൾ അല്ലേ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ, നമ്മളെ 3 മണിക്ക് ഉണരുന്ന ആളാണ്. അപ്പൊ 5 മണിക്ക് ഉണരുന്ന എനിക്ക് സിമ്പിൾ ആണല്ലോ. അപ്പൊ അതേപോലുള്ള സിമ്പിളായി വരണം എന്നുള്ള നമ്മളെ ചിന്ത എപ്പോഴും ഇത് ക്ലാസ്സോ ഭയങ്കര സംഭവമാണ്, അതൊന്നും നടക്കൂല, 4 മണിക്ക് എണീക്കല് സംഭവിക്കൂല എന്നൊക്കെ പറയുന്നപ്പോ ഷൈമിന മേമൊക്കെ ദിവസം സ്ഥിരമായിട്ട് 3 മണിക്ക് എണീക്കാൻ 3 മണിക്ക് എണീക്കുന്ന ആളാണ്. 3 മണിക്ക് എണീറ്റ് കുളിച്ച് സുന്ദരിയായി പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ട് എന്ത് ഷാറിലാണ് വന്നിട്ടുണ്ട്.
അപ്പൊ എന്താ പറയാ ആ ഒരു പൊട്ടിടില്ല പൊട്ടിടില്ല. പൊട്ട് സിന്ധുമേമന്റെ സിന്ധുമേമന്റെ പൊട്ട് ഇങ്ങോട്ട് കണ്ടതാണ്. കാരണം വെച്ചാൽ എല്ലാവരും ക്യാമറ ഓൺ ആക്കിയതുകൊണ്ട് നല്ല ക്ലിയർ അല്ലേ? എന്ത് രസമുണ്ടല്ലേ പ്രവീണ മാം അതെ അതെ കാണാന്? അതെ. അതാണ്. അതെ. താങ്ക് യു. ഇപ്പൊ 2 ദിവസമായിട്ട് കാണാറുണ്ട്. താങ്ക് യു. താങ്ക് യു റസാഖ് സാർ. നെക്സ്റ്റ് പ്രകാശൻ സാർ. റോസ്ലിൻ ഒന്ന് വിളിക്കണേ, കുറെ ദിവസമായി ശബ്ദം കിട്ടി. റോസ്ലിൻ മാം. പ്രകാശൻ സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ പറഞ്ഞോളൂ. പ്രകാശ് സാർ പറഞ്ഞോളൂ. ഓക്കെ, പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ്. എന്നത്തെ പോലെയും ഇന്നും സൂപ്പർ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അത് കുറച്ചൊന്നും പറയാനില്ല. സാധാരണ അത് കോമൺ പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉൾപ്പെടില്ല. നമ്മൾ എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്നൊരു തോന്നൽ, അത് കഷ്ടപ്പെട്ടത് കൊണ്ടിട്ടാണ് അങ്ങനെ തോന്നുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളത് പറയുമ്പോഴും അത് വരുന്നു. അപ്പൊ അത് വന്നാൽ ഇനിയും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തടസ്സം ഉണ്ടാകും എന്നല്ലേ മാഡം പറഞ്ഞത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിന്റെ തടസ്സങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ട്. അത് തിരുത്താം, ഒരു അവസരമാണ്. ഏതായാലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസിലായിരുന്ന സമയത്ത് അതിന് സമയമില്ല, ഉണരുന്നതിന് സമയമില്ല. ഡ്യൂട്ടിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരും. 1, 3, 5, 7, 9 ഇങ്ങനെ അങ്ങോട്ട് വരും. അപ്പം ബീമാജിക്കൽ ശരിക്കും അവിടെ നിന്ന് ഇവിടെ വന്ന് ബ്രിഷായെങ്കിലും ബീമാജിക്കൽ എത്തിയ ശേഷമാണ് ശരിക്കും ഈ സമയക്രമം ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോ സിമ്പിളാണ്. അത് ആദ്യം ഒരു എഫോർട്ട് അതിനകത്ത് വേണ്ടി വന്നിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇപ്പൊ അത് സിമ്പിൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് ഓർക്കുമ്പോൾ ഉണ്ട്. പക്ഷെ ഈ സിമ്പിൾ ആയതിനു ശേഷം ഇപ്പൊ അതിന് വിഷയമില്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ നെറ്റ് കിട്ടാതെ വരിക അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണ്, തടസ്സം വരുള്ളൂ, അല്ലാതൊന്നുമില്ല. ഏതായാലും ഇനി മുതൽ തുടർന്നങ്ങോട്ട് ഇത് സിമ്പിളായി തന്നെ കാണാനുള്ള ആ ഒരു മാഡം തന്നൊരു അറിവ് വളരെയധികം പ്രയോജനമാണ്. എല്ലാത്തിനും നന്ദി പറയേണ്ടത് ബീമാജിക്കിനോടാണ്. ഒരു മാസം ഞാൻ ഒരു അത്യാവശ്യമായിട്ടൊന്ന് ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നിരുന്നാലും ഇന്ന് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഏതായാലും സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു മാഡം. താങ്ക് യു ബീമാജി. ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രകാശൻ സാർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും പറഞ്ഞിരുന്നു എന്റെ കയ്യിൽ ഒരു 5 പൈസ ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഞാനൊരു കാറ് മേടിച്ചു. അപ്പോ അവിടെ പൈസ ഇല്ലാത്തതല്ല നമ്മുടെ മനസ്സിൽ ഒരു ഉടക്കിയത്. ഇപ്പോഴും എനിക്കത് ഓർമ്മയുള്ളവ. കാരണം പൈസ ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം ഒരു കാറ് വാങ്ങി. എത്ര സിമ്പിൾ ആയിട്ടാണ് ഇത് നേടിയെടുത്തത്. നമ്മൾ ആദ്യം ചിന്തിക്കുക എന്താ, ഒരു ഇത്ര വണ്ടി എന്ന് പറയുമ്പോൾ ഇത്ര പൈസ വേണം. അപ്പൊ നമ്മൾ ആ കഷ്ടപ്പാടിന്റെ ഉള്ളിൽ അതിന്റെ പിന്നിലേക്ക് നടക്കുന്ന എഫേർട്ടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്തൊക്കെ അവസരം, അതിന് ലോൺ അടക്കണം, ഇതാണ് ചിന്തിക്കുന്നത്. കണ്ടോ, എത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് ആ വാക്ക് എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ ഒരു പൈസയും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാനൊരു കാറ് വാങ്ങി. ഇത് ആയിരിക്കും പലപ്പോഴും പല ബിസിനസ്. എന്റെ സാറ് പറയുന്നതാണ്, എന്റെ അക്കൗണ്ട് വേണമെങ്കിൽ പ്രവീണയ്ക്ക് പരിശോധിക്കാം, അതിലൊരു 5 പൈസ ഇല്ല. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ അക്കൗണ്ട് എനിക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, ഞാൻ ആ പൈസ എടുത്തിട്ടാ ബിസിനസ് ചെയ്തത്. പക്ഷെ ആ സാറിനോട് പറയാം, എന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് ഞാൻ തരാം, പോയി ചെക്ക് ചെയ്യോ. അതിന്റെ പിന്നിലുള്ള ആ എഫേർട്ടിനെ കുറിച്ച്, ആ കഷ്ടപ്പാടിനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. അതാണ് ഒരു വളർച്ച എത്തിയ ഒരു വ്യക്തി പറയുന്നത്. കണ്ടോ, ഞാനത് എന്റെ ആഗ്രഹമായിരുന്നു, ഞാൻ നേടിയെടുത്തു. പൈസ ഒന്നും അന്നേരം ഉണ്ടായിരുന്നില്ലെങ്കിലും എനിക്കത് നടന്നു കേട്ടോ. ഇത് ഒരു കേൾക്കുന്ന വ്യക്തിയിലേക്ക് സ്ട്രൈക്ക് ചെയ്യും. പൈസ ഇല്ലെങ്കിലും ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊരു വഴി തുറന്നു വരും. അപ്പൊ അവര് നമ്മൾ ആരാധിക്കാനാണ് തുടങ്ങുന്നത്. കണ്ടോ, അപ്പൊ അതിന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലുള്ള തോന്നലാണ് നമ്മൾ പറയുന്നത്. അത് കഷ്ടപ്പാടായിട്ടില്ല, എന്നിട്ട് ഞാനത് നേടിയെടുത്തു. ആ ഒരു ചിന്തയാണ്. എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, അതൊക്കെ നടക്കും.
അതിന് ഞാനൊന്ന് ഇറങ്ങിത്തിരിക്കേ വേണ്ടൂ, ഞാനൊന്ന് ആഗ്രഹിക്കേ വേണ്ടൂ. അപ്പൊ അതിന്റെ പിന്നിലേക്ക് വഴികൾ വരും, നോക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞപ്പോ ഓർത്തത് അതാണ്. ശരി, താങ്ക് യു. അത് ശരിയാണ്. അതിനുശേഷം പല കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. എന്നാൽ രസകരമായ ഒരു കാര്യം അതല്ല, ഞാൻ അതിനുശേഷം ഇപ്പൊ 3ാമത്തെ കാറാണ് ഉപയോഗിക്കുന്നത്. അതാണ്. അപ്പൊ അതൊരാഗ്രഹം നേടാൻ സിമ്പിളായിട്ട് നടക്കും എന്ന് മനസ്സിനെ നമ്മൾ പഠിപ്പിച്ച്. യെസ്. ഓക്കെ, താങ്ക് യു മാഡം. തുടങ്ങി വെക്കുക അല്ലേ മാം? തുടങ്ങി വെക്കുക, ആഗ്രഹിക്കുക, സ്വപ്നം കാണുക. പുതിയ 1-2 പേർക്ക് കൂടി പരിചയപ്പെടാനുള്ള സമയമുണ്ട്. 24 5 മിനിറ്റ് കൂടി ഉണ്ട്. സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആളുകൾ മുന്നോട്ട് വരൂ, ഓരോ ഗ്രൂപ്പിൽ നിന്നും. അതെ, സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നോക്കി. അതെ അതെ, പുതിയ ആളുകൾ മുന്നോട്ട് വരൂ. മുരിങ്ങാക്കായൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. റോസ്ലിൻ പോയാ അതിനോട് സെമീറ? റോസ്ലിൻ മാം, റോസ്ലിൻ മാം വരൂ. മാജിക് മോർണിംഗ്. Good മാം morning. എന്തൊരു പുതിയൊരു അറിവാണ് കിട്ടിയത്. കാരണം നമ്മുടെ ബിലീഫ് സിസ്റ്റം തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറിവാണ് മാം തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു മാം. വെൽക്കം. അതുപോലെ ഒരു രഞ്ജിനി ഏതാ? രഞ്ജിനി എന്നോടൊന്ന് സംസാരിക്കാൻ പറയൂ. രഞ്ജിമ. രഞ്ജിമ മാം ഒന്ന് മുന്നോട്ട് വരൂ. രഞ്ജിമ മാം. ഹലോ. വീഡിയോ അല്ല, രഞ്ജിമ. സവിത മാം. സവിത വരാറുണ്ടല്ലോ. സവിതനെ എന്താ കാണാൻ? അതെ, മേഘ മാം റെഡി ആയിട്ട് എന്തോ ഞാൻ കുറച്ച് നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാ. മാമിന്റെ സംസാരം കേട്ട എത്ര തിരക്കിന്റെ ഇടയിലും എനിക്കൊന്ന് പറഞ്ഞേ പറ്റും. കാരണം ഈ കഷ്ടപ്പെട്ട് നേടിയെന്ന് പറയാൻ എന്തോ ഒരു സുഖമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്ത് പറഞ്ഞാൽ ഞാൻ കുറെ പാടായിട്ടാ ഇതൊക്കെ കിട്ടി ഞാൻ ഉണ്ടാക്കി വെച്ചത്, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഒരുക്കിയത്, അതുകൊണ്ട് അതൊന്നും ഒന്നും എടുക്കരുത് എന്ന് പറയണതിലൊരു എന്തോ ഒരു സുഖം ഇതുവരെയും കൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ മാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാ ഇതൊക്കെ വെറുതെ ഞാൻ പറഞ്ഞുണ്ടാക്കിയായിരുന്നു. സത്യത്തിൽ ഏതൊന്നും നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ ആഗ്രഹം കൊണ്ടാണ്. അതിൽ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഏതൊന്നും നേടിയെടുക്കാൻ പറ്റും. അവിടെ ഒരു കഷ്ടപ്പാടും ഒന്നുമില്ല. പക്ഷെ മറ്റുള്ളവരോട് പറയുമ്പോ ഞാൻ ഇത്തിരി പാടുപെട്ട് കിട്ടിയതെന്ന് പറയാൻ ഒരു സുഖം. പക്ഷെ ഇന്നത്തോടെ അത് തീർന്നു. ഇനി ഞാൻ അങ്ങനെ പറയേയില്ല. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. വളരെ 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 ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. ശരിയാ, കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞോടാനാ ശ്രമിക്കാറ്. പക്ഷെ നമുക്കത് പറയാനൊരു സുഖമായിട്ട് ഇത്രയും നാളും കൊണ്ടുവന്നു. ഇനി അങ്ങനെ പറയില്ല. താങ്ക് യു മാം. വെൽക്കം. താങ്ക് യു മാം. നെക്സ്റ്റ് മാം പറഞ്ഞോ. മാജിക് മോർണിംഗ്. താങ്ക് യു മാം. ഞാൻ പുതിയ ആൾക്കാർ പറഞ്ഞോട്ട് വെച്ചിട്ടാണ് പിന്നോട്ട് നിന്നത്. മാമിന്റെ ക്ലാസ് കഴിഞ്ഞ ഫീഡ്ബാക്ക് പറയാൻ എനിക്കും ഭയങ്കര ആഗ്രഹമാണ്. പെട്ടെന്ന് ഞാൻ ഇൻട്രസ്റ്റ് ചെയ്യാറുണ്ട് ആദ്യം, പിന്നെ ഞാൻ പിന്നോട്ട് വെച്ചാണ് പുതിയ ആളുകൾ ഇതിലോട്ട് വെച്ചത്. ഞാനും അതുപോലെ ബിമാജിക്കിൽ വന്ന ഉടനെ പൊതുവേ നേരത്തെ എണീക്കാറുണ്ട്. അപ്പം പിന്നെ ഒരു മടിയായിരുന്നു. ഞാനും എണീക്കുന്ന ഒരു കാര്യം എന്ന് പറയും. ഇപ്പം മാം പറഞ്ഞത് കൊണ്ട് ഇനി ആരോടും അങ്ങനെ പറയില്ല. എന്താ മറ്റുള്ളവർ വിചാരിക്കും എണീക്കാൻ ബുദ്ധിമുട്ടാണല്ലേ, അത് ഒഴിവാക്കി 1-2 ദിവസം കുറച്ച് പിന്നെ നല്ല ഉഷാറാണ് അങ്ങനെ പറഞ്ഞ് തുടങ്ങാം. ഓക്കെ, താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ പോലെ നല്ലൊരു ക്ലാസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മാമിൻ്റെ ക്ലാസ്സിൽ. താങ്ക് യു. പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമുക്ക് മടിയായിരിക്കും, ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ പറഞ്ഞു തുടങ്ങിയ ദിവസം നമുക്ക് പറയാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. താങ്ക് യു. പുതിയ ആളുകൾ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ സവിത മാം ഉണ്ടോ? സവിത മാം പറഞ്ഞോ. വീഡിയോ ആണല്ലോ സവിതര. സൗണ്ട് ഓക്കെ. സൗണ്ട്
ബ്രേക്ക് അതിന്റെ വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ട് സംസാരിക്കുന്ന ഹെഡ്സെറ്റ് വെച്ചിട്ടാണാവോ? കോസ്റ്റ് ആരാണ് കോസ്റ്റ് ഒന്ന് മറ്റൊരു സൗണ്ടുകളൊക്കെ ഓഫാക്കി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു. താങ്ക് യു സവിത മാം. നെക്സ്റ്റ് സമീറ, ഒരു കാര്യം പറയട്ടെ ഞാൻ, ഒരൊറ്റ കാര്യം. ഞാൻ ഈ ബിമേജിക്കിൽ വന്നിട്ട് ഒരുപാട് ന്യൂ ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് ഇപ്പൊ കഴിഞ്ഞ മാസത്തിലൊക്കെ എനിക്ക് എന്താണ് രജനി ആയാലും അജിഷയിലും ഒക്കെ ഒരുപാട് ആൾക്കാരെ ആഡ് ചെയ്യുമ്പോൾ സിന്ധുവം ഒന്ന് അവരായിട്ട് സംസാരിക്കിട്ടാ പറയും. അങ്ങനെ ഞാൻ ഒത്തിരി വ്യക്തികളുമായിട്ട് നമ്മളതിൽ വരുന്ന ആൾക്കാരായിട്ട് സംസാരിച്ചെങ്കിലും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ പറയണത്. ഞാൻ ഇപ്പൊ നമ്മളെ എന്താണ് പറയാ, പോത്തിൻ സാറിന്റെ കെയർ ഓഫിൽ വന്നതാണ് അഫ്സൽ. അവനെ വിളിച്ച് സംസാരിച്ചപ്പോ അന്ന് ജോയിൻ ചെയ്ത അന്ന് തന്നെ ഞാൻ വിളിച്ച് സംസാരിച്ച്. പക്ഷെ അവന്റെ വാക്കുകൾ ഇന്നും എന്റെ മനസ്സിൽ കിടക്കുകയാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സത്യമാണ്, എന്നോട് പറഞ്ഞതാ. ഞാൻ ഇങ്ങനത്തെ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് എന്താന്ന് അറിയില്ല, മാമിനോട് ഒരുപാട് റെസ്പെക്ട് തോന്നുന്നു. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ കൂടെ മാം ഉണ്ടാവുമല്ലോ അല്ലെ. ഇങ്ങനെയുള്ള കുറെ പോസിറ്റീവ് വാക്കുകൾ കേട്ടപ്പോ ഞാൻ എന്നോട് തന്നെ സ്വയം പറഞ്ഞ് എനിക്കൊരാളെ ഇതിലേക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യം യൂണിവേഴ്സിനോട് ഞാൻ ബിമേജിക്കിനോട് നന്ദി പറയാ. കാരണം ഒറ്റ ദിവസം മാത്രം രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആദ്യത്തെ ഒരു ദിവസം മാത്രം ഞാൻ വിളിക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസമൊക്കെ ഞാൻ നോക്കുമ്പോ അഫ്സൽ ഗ്രൂപ്പിലുണ്ട്. എന്തായാലും എനിക്ക് ഒരുപാട് എന്നെ തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇങ്ങനെ സംസാരിച്ച ആ കുട്ടീനെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ച, ആ കുട്ടിക്ക് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അതൊന്നും നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നി. ആദ്യമായിട്ട് കിട്ടിയ അനുഭവമാണ്. നമ്മുടെ ഒരു ദിവസത്തെ കോള് കൊണ്ട് ആളുകൾ മുന്നോട്ട് വരും, നമുക്കത് അറിയില്ലല്ലോ. അപ്പൊ താങ്ക്സ് ടു മാം. നെക്സ്റ്റ് ഷാജൻ സാർ. സാർ അല്ലേ? അതിന്റെ ഷാജൻ സാർ സാർ. ഹലോ. ഷാജൻ സാർ വന്നിട്ടുണ്ട്. ഓക്കെ. ഞാൻ ടേബിൾ ടോക്കിൽ ഒരു കോൾ വന്നു, അത് ഞാൻ പെട്ടെന്ന് മിസ്സായി. സാർ, മാഡം വളരെ നല്ല ക്ലാസ് ആണ്. കാരണം നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ വന്നിരിക്കുന്നതൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും മാഡം പറഞ്ഞത് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. ഞാന് പല കാര്യങ്ങളും എഫർട്ട് ഇല്ലാതെ തന്നെ എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും പറയും ഭയങ്കര എഫർട്ടാണെന്ന് പറയും. ഞാന് ഗോള് എഴുതി വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോ എന്റെ അനിയ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അവൻ ശ്രദ്ധിക്കണില്ല, ഇതിലേക്ക് ശ്രദ്ധിക്കണില്ല, അത്രയും നമ്മൾ എഫർട്ട് കൊടുക്കണില്ലാന്ന് പറയും. പക്ഷെ എനിക്ക് പലപ്പോഴും ഞാനത് എൻ്റെ ഉള്ളില് അത് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനത് നേടുന്ന ഉറപ്പുണ്ട്. അത് വന്നു ചേരാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പല കാര്യങ്ങളും എനിക്ക് വന്നു ചേരുണ്ടായിട്ടുള്ളത്. ഞാൻ വളരെയധികം ഹാപ്പിയാണ് അതില്. ഇപ്പൊ മാഡം ഒന്നുകൂടി പറഞ്ഞപ്പോ ഞാൻ എടുത്ത സംഭവം വളരെ ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എഫർട്ട് ഇല്ലാണ്ട് ജീവിക്കുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ നമുക്ക് ഫലം കിട്ടുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊന്നുകൂടി ഉറപ്പിച്ചു തന്നു മാഡം. എന്തായാലും താങ്ക് യു. താങ്ക് യു ഷാജൻ. താങ്ക് യു ഷാജൻ സാർ. നെക്സ്റ്റ് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? ശ്രീസ്ന മാം വരുന്നുണ്ടോ? ശ്രീസ്ന. ഹായ്, മാജിക് മോർണിംഗ്. ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം കേട്ടപ്പോ ഞെട്ടിയ. അപ്പൊ അങ്ങനെ പറയണ്ടേ, കാരണം അതാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. വീട്ടിലിപ്പം അച്ഛനാണേലും അമ്മയാണേലും ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇവിടം വരെ വന്നേ എന്നാ പറഞ്ഞു കേൾക്കുന്നത്. ഞാനും ആരോടെങ്കിലും പറഞ്ഞു അത് നല്ല കഷ്ടപ്പാടാണ്, കഷ്ടപ്പെട്ടാലേ ലൈഫിൽ വിജയം ഉണ്ടാവുള്ളൂ, ഇനി മുതൽ അത് ശ്രദ്ധിച്ചോളാം. കാരണം നമ്മളത് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലൊരു നെഗറ്റീവായിട്ടോ അല്ലെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പറയാൻ പാടില്ലല്ലോ. അപ്പോ നമ്മൾ അങ്ങനെ ഇനി ഒരിക്കലും പറയാതിരിക്കുക. ഒരു പുതിയൊരു അറിവായിരുന്നു. താങ്ക് യു. താങ്ക് യു ശ്രീസ്ന. ബഷീർ സാർ. ബഷീർ സാർ പോയോ? മണി സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മണി സാർ. Magic morning. Good morning.
നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് തന്നിട്ടുണ്ട്. സാധാരണ എല്ലാവരും പറയുന്ന കാര്യം നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. അതുപോലെ എപ്പോഴും കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുന്നതിന് ബദല് നമ്മൾ ആഗ്രഹത്തിലേക്ക് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റു വഴികളെല്ലാം താനെ തുറന്നു വരുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രചോദനവും ഒരു ആരാധന മനോഭാവവും മറ്റുള്ളവർക്കും നമുക്കും ഉണ്ടാവും എന്നുള്ളത് മാം കറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞുണ്ട്. വ്യത്യസ്ത രീതിയിൽ നമ്മുടെ ചിന്തകളിൽ ഒരു മാറ്റം വരുത്തിയാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നുള്ളതിന് ബദലായിട്ട് നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നേറുമ്പോൾ എല്ലാം ഈസി ആയിട്ട് വന്നു ചേരുന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് വ്യക്തമാക്കി തന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഏതായാലും സാധാരണ ഉള്ളതിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ കൂടുതൽ നമുക്കൊരു ആരാധന മനോഭാവവും ഒക്കെ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. താങ്ക് യു മണി സർ. നെക്സ്റ്റ് മുന്നോട്ട് വരൂ. ബബീന മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ബബീന അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ബബീന മാം വരുന്നില്ല. ഓക്കെ, നമുക്ക് സമയമായിട്ടുണ്ട്. സമീറ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. Okay. Thank you all for your feedback. Thank you, Pravina ma'am, for your wonderful section. ഇതാ റിസൾട്ട് ഇപ്പൊ തന്നെ കാണുന്നുണ്ട്. സിന്ധു മാം കണ്ടോ? താങ്ക് യു പ്രവീണ മാം. താങ്ക് യു സമീറ മാം. താങ്ക് യു വെരി മച്ച്. ക്ലാസ് എടുക്കും. Thank you, Pravina ma'am. Thank you, Pravina ma'am. Thank you all. Good. Thank you all. Thank you.